ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ ഓൾ ടൈം ഹൈ ആണ്. നിഫ്റ്റിക്കും സെൻസസിനും ഇനീഷ്യൽ ലെവലിൽ ഓൾ ടൈം ഹൈയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ചാൻസസ് കാണുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 21,610 പോയിന്റിലാണ്. ഇന്നലെ 3:30 ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അത് 21,529 ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു 30 to 40 പോയിന്റ് മുകളിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. പ്രധാനപ്പെട്ട കാരണം ഗ്ലോബൽ റാലി തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ ഓൾ ടൈം ഹൈ ഇൻഡെക്സിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ S&P 500 പുതിയ 52 വീക്ക് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയാണ്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 12.53 ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. മിനിഞ്ഞാന്നത് 12.56 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന ഒരു കൺസോളിഡേഷൻ സ്റ്റെബിലിറ്റീനെ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ജപ്പാൻ ഒഴികെ എല്ലാ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ബെറ്റർ ആണ്. ചൈനീസ് മാർക്കറ്റുകൾ ചെറുതായിട്ടൊരു വീക്ക്നെസ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നമ്മൾ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ ഒരു ലോവർ ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 2052.1 per ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. സ്പോട്ട് ഗോൾഡും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $79.35 per ബാരലിനാണ് ഇന്നലെ ബ്രന്റ് ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ്. പൊതുവെ ഷിപ്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ നടക്കുന്ന കാരണമുള്ള ഷിപ്പ് റൂട്ടുകളിലൊക്കെയുള്ള പ്രസൻസ് ഇഷ്യൂസ് ക്രൂഡ് ഓയിലിൻ്റെ ട്രേഡിങ്ങിനെ ബാധിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടിലാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കയറിയിട്ടുള്ളത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്, പുതിയ ലിസ്റ്റിങ്ങുകളൊക്കെ ഉണ്ട്. എന്നാലും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം പുതിയ റെക്കോർഡ് ഹൈയിലാണ് ഓരോ ദിവസവും ഇപ്പം നമ്മുടെ മാർക്കറ്റും ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ JB കെമിക്കൽ ഒപ്താൽമോളജി സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. നൊവാർട്ടീസ് ആയിട്ട് 1059 കോടി രൂപയുടെ ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂസ് റിപ്പോർട്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ന്യൂസ് JB കെമിക്കൽസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ തന്നെ പഴയ റെക്കമെൻഡേഷനായ വരുൺ ബിവറേജസ് ആണ്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു ബിവറേജ് കമ്പനി ബോട്ടിലിംഗ് പ്ലാന്റ് അവർ അക്വയർ ചെയ്യാണ് 1320 കോടി രൂപയ്ക്ക്. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ 450 കോടി രൂപ പുതിയൊരു ബോട്ടിലിംഗ് പ്ലാന്റും വരികയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുൺ ബിവറേജിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ്. ഇന്നലെ തന്നെ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റിൽ വരുൺ ബിവറേജ് കയറിയിരുന്നു. എന്നിരുന്നാലും ഇന്നും ഒരു പക്ഷേ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. RVNL കേരളത്തിലെ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 124 കോടി രൂപയാണ്. JV ആണ്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ് RVNLനെ സംബന്ധിച്ച്. IREDA പുതിയ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓൺഡ് NBFC ആണ്. 500 കോടി രൂപ വരെ NCD പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ടോട്ടൽ 26,000 കോടി രൂപയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ടോട്ടൽ ഈ 500 കോടി കൂടുമ്പോൾ ഏകദേശം ആ ടാർഗറ്റിനടുത്ത് എത്തുമെന്നാണ് പറയുന്നത്. യൂഗ്രോ ക്യാപിറ്റൽ 250 കോടി രൂപ ഡച്ച് ബാങ്കിൽ നിന്നുള്ള ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ട്. NCD ആണ്. പൊതുവെ ഒരു കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസറാണ് യൂഗ്രോ ക്യാപിറ്റൽ. ഇത് മുന്നേറാനുള്ള സാധ്യതകളാണ് വരും ദിവസങ്ങളിൽ കാണുന്നത്. JK ടയർ QIP പ്ലാൻ ചെയ്തിരിക്കുകയാണ്. 500 കോടി രൂപയുടെ QIP ആണ്. JK ടയറിനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ പോസിറ്റീവ് മൊമെൻ്റ് ആണ്. പക്ഷേ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. സെലക്റ്റീവായിട്ടുള്ള മൂവ് ഉണ്ടാവാനാണ് ചാൻസസ് കൂടുതൽ. ഹയർ ലെവലിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന കാരണമുള്ളൊരു ഇനാക്റ്റീവ്
സെൻറ്റിമെൻ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഒപ്പം NSEയും BSE ഒക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ എക്സ്പോഷർ മാർജിനും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും ചെറുതായിട്ടൊരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റുകൾ വീണ്ടും മുന്നേറുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റും അതോടൊപ്പം മുന്നേറുന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.